ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ CPIM വൻകിട കയ്യേറ്റങ്ങൾ നടന്നത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ പുതിയതായി ഒരു കയ്യേറ്റത്തെയും CPIM പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. എന്നാൽ കയ്യേറ്റത്തിൻ്റെ പേര് പറഞ്ഞ് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കൃഷിക്കാരെ സംരക്ഷിക്കുകയും വേണം. അത് അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതിനെല്ലാം കുടപിടിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണ വിധേയമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ അനധികൃത നിർമ്മാണങ്ങളുമായും അനധികൃത കയ്യേറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്ന വിവരങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശ തെളിവ് സഹിതം നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ്. എന്താണ് CPIM ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? രജിത്, ഈ പരുന്തുംപാറയിലെ കയ്യേറ്റത്തിന് കാരണക്കാർ റവന്യൂ ഉദ്യോഗസ്ഥർ തന്നെയാണ് CPIM പറയുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയാണ് ഈ കയ്യേറ്റങ്ങളെല്ലാം നടക്കാനിടയാക്കിയത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ അനധികൃത റിസോർട്ടിനോട് ചേർന്ന് ഒരു കുരിശ് നിർമ്മിച്ചത് റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിക്കേണ്ട സാഹചര്യമുണ്ടായി. 20 അടിയുള്ള ഒരു കുരിശ് ഒരു ദിവസം കൊണ്ട് സ്ഥാപിക്കാൻ കഴിയില്ല. അത് ഒരുപാട് ദിവസം കൊണ്ട് നിർമ്മിച്ച കുരിശാണ്. ആ കുരിശ് നിർമ്മിക്കുന്നത് വരെ ഈ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു എന്നുള്ളതാണ് CPIM ചോദിക്കുന്നത്, CV വർഗീസ് ചോദിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാം കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിൽ കളക്ടർക്കെതിരെയും CV വർഗീസിന്റെ ഒരു പ്രസ്താവന വരുന്നുണ്ട്. യാതൊരു മുൻധാരണയും ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നും നോക്കാതെയുള്ള നിരോധനാജ്ഞയാണ് 5 സർവേ നമ്പറുകളിൽ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചത്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനൊപ്പം അല്ലെങ്കിൽ കയ്യേറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നതിനൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോൾ അത് പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കപ്പെടുന്നു, സാധാരണക്കാരായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കപ്പെടുന്നു എന്ന കാര്യം കൂടി CPIM പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എന്തായാലും നാളെ ഈ CPIMന്റെ നേതൃത്വത്തിലുള്ള സംഘം പരുന്തുംപാറയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അതിനുശേഷം വലിയ പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ ഈ കയ്യേറ്റത്തിനെതിരായ നടപടിക്ക് വേണ്ടി ഉണ്ടാകും എന്നുള്ളതാണ്.